സ്വർണ്ണഖനികളുടെ നാടായ മഡഗാസ്കറിലെ യാത്ര നമ്മൾ തുടങ്ങണം. നമ്മളിപ്പോൾ ആഡിസ് അബാബ എയർപോർട്ടിലാണ്, എത്യോപ്യയിലാണ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം. നമ്മൾ എപ്പിസോഡിൽ ഇഞ്ചിറൊക്കെ കഴിച്ച് ഇന്നലത്തെ രാത്രി അടിപൊളിയാക്കി ട്രഡീഷണൽ ഡാൻസ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ നമ്മൾ ലേ ഓവർ എടുത്താണ് എത്യോപ്യയിൽ. ഇന്ന് നമ്മൾ മഡഗാസ്കറിലേക്ക് പോകണം. വൈവിധ്യങ്ങളുടെ കലവറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ നാട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ട്രാവൽസ് ഫാമിലി 61ാമത്തെ രാജ്യം അടിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഐലൻഡ് അടിക്കാൻ പോണ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ ഐലൻഡ് അടിക്കാൻ പോണ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ചിന്തിക്കാൻ പറ്റാത്ത കണ്ടന്റുകൾ നമ്മൾ തേടിയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ടിൽ വന്നപ്പോഴില്ലേ ബസ് സ്റ്റാൻഡിൽ വരി നിൽക്കണ പോലെ കേട്ടാ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു ടെർമിനലിലേക്ക് വന്നപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത തിരക്കാണ്. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 8:50 മഡഗാസ്കറിലേക്ക്. ഏകദേശം 4-4.5 മണിക്കൂർ യാത്രയുണ്ട് എത്യോപ്യയിൽ നിന്ന് മഡഗാസ്കറിലേക്ക്. ശരിക്കും മഡഗാസ്കർ എടുക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൻ്റെ ഈസ്റ്റ് ഭാഗത്താണ് എടുക്കുന്നത്. ഏകദേശം മുസാംബിക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മഡഗാസ്കർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീച്ചുകളൊക്കെ സൂപ്പർ സംഭവങ്ങളൊക്കെ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഒരാളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ഷൈജോ ബോയ് ജോയിൻ ചെയ്യുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം ഷൈജേട്ടൻ നമ്മൾ കാണുന്നതും. എനിക്ക് വേണം കേപ്റ്റി കയറി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കേപ്റ്റി കയറിക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ 1 വീക്ക് പ്രോഗ്രാമാണ് മഡഗാസ്കറിൽ. അത് നമ്മൾ തിരിച്ച് US തിരിച്ചു പോകും. അപ്പോൾ മഡഗാസ്കർ എപ്പിസോഡ് നമുക്ക് എന്തായാലും പവറാക്കണ്ടേ. ഞാനിപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ ഉള്ള തിരക്കണ്ട, നിങ്ങൾ ഇട്ടിക്കാൻ പറ്റുമോ? അമ്മമാർ തിരക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ 787 ബോയിങ് വിമാനത്തിൽ നമ്മൾ പോകണം കേട്ടോ, ഡ്രീം ലൈനർ. ഇവിടെ നിന്ന് എത്യോപ്യൻ എയർലൈൻസിൻ്റെ റൂട്ട് കണ്ടാണല്ലേ ബോധം കൂട്ടാ. ആഫ്രിക്കയുടെ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് റൂട്ട് കയറിപ്പോണ്ട്. ഇവിടെ നിന്ന് പിന്നെ സാവോ പോളോയിലേക്ക് പോകുന്നുണ്ട്, ബ്രസീലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കേപ്പ് ടൗൺ. നമ്മൾ ടൂർ ആരംഭിക്കുന്നത് കേപ്പ് ടൗൺ കേട്ടോ. ടൂർ അവസാനിപ്പിക്കുന്നത് വിക്ടോറിയ ഫോൾസ്. അതുകൊണ്ട് തന്നെ വിക്ടോറിയ ഫോൾസിന് ഡയറക്റ്റ് ഫ്ലൈറ്റ് എത്യോപ്യയിലേക്കുണ്ട്. അത് വലിയൊരു ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ കേപ്പ് ടൗണിൽ നിന്ന് തുടങ്ങി വിക്ടോറിയ ഫോൾസ് വരെയുള്ള യാത്രയാണ് നമ്മൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ നടത്താൻ പോകുന്നത്. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവൽസ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റുകളുണ്ട്. സാൻസിബാർ, കുറെ സ്ഥലങ്ങളിലേക്ക് ഉണ്ട്. പേരുകൾ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഗബ്രോണിയൊക്കെ നമുക്ക് അറിയണ പേര്. ഗബ്രോണി ബോട്സ്വാനയിലെ ക്യാപിറ്റലാണ്. ജോഹന്നാസ്ബർഗ്, അക്ര, ഇവിടെ കുറെ സ്ഥലങ്ങൾ, മപ്പൂട്ടോ, മുസാംബിക്ക്, കുറെ രാജ്യങ്ങളൊക്കെ നമുക്കറിയാം. കുറെ രാജ്യങ്ങൾ അറിയില്ല. ഇവരുടെ പേരുകൾ ഹരാരെ, സിംബാബ്വെ, അഡിസ് അബാബ, കിഗാലി, റുവാണ്ട, നൈറോബി, ഡക്കാർ, സെനഗൽ, സാൻസിബാർ. ഒട്ടുമിക്ക സർവീസുകളൊക്കെ സാവോ പോളോ. ഒട്ടുമിക്ക സർവീസുകളൊക്കെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൻ്റെ അകത്ത് തന്നെയാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ ഫ്ലൈറ്റിന് ഇതിനുണ്ട് 853 നമ്മുടെ ഫ്ലൈറ്റ്. ആൻഡാനാരിവോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. മഡഗാസ്കറിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര് ആൻഡാനാരിവോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ നമ്മൾ ഇതാക്കി നമ്മുടെ ബസ്സിൽ കയറിയിട്ടാ. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടാ. 5:30 എണീറ്റു. 6:00 എയർപോർട്ടിൽ ഒരാളെ ബസ് പിടിച്ചു. രാവിലെ കിടലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എത്യോപ്യൻ സ്റ്റൈലിൽ. ഇന്നലെ വൈകിട്ടും നമുക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ ഇഞ്ചീറ പുറത്തുനിന്ന് കഴിച്ചു. ഭയങ്കര ടേസ്റ്റിന് ഇഞ്ചീറ. ഒപ്പം തന്നെ ഇന്നലത്തെ ട്രഡീഷണൽ ഡാൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എത്യോപ്യയിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് എത്യോപ്യയിലത്തെ എല്ലാ സ്ട്രീറ്റും തല്ലി പൊളിച്ചിട്ടിരിക്കുക. അവർ പുതിയ മേക്ക് ഓവർ നടത്താം, ഡെൻമാർക്ക് സ്റ്റൈലിൽ മേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ട് ഫുള്ള് പൊളിച്ചിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ളിരുട്ട്. അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്ന വഴിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് കാരണം ലേറ്റ് ആവുകയും ചെയ്തു രാത്രി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അത് തന്നെ ഉണ്ടായത്. അതിന് ഇന്നലെ അഡിസ് അബാബ ഉണ്ടായിട്ടോ. എന്തായാലും അഡിസ് അബാബ ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും ഭയങ്കര ഡെവലപ്പ് ആവുമെന്നാണ് ഇവർ പറയണത്. പക്ഷേ എല്ലാ മാർക്കറ്റും എല്ലാ സംഭവങ്ങളും അപ്പുറത്തെ സൈഡ്, ഇപ്പോൾ 2 സൈഡും മെയിൻ സിറ്റിയിലെ എല്ലാ സൈഡും മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം രാത്രി ഒരു കാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല അഡിസ് അബാബയിലിട്ടോ. ബസ്സുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കട്ടോ എത്യോപ്യൻ എയർലൈൻസ് കേട്ടോ. പണിൻ്റെ നമ്മൾ നാട്ടിൽ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ വില കുറവല്ലേ. ആഫ്രിക്കയുടെ ലൈൻ പിടിക്കണമെങ്കിൽ പണിയുണ്ട് കേട്ടോ. വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് വന്ന ആൾക്കാരെ കൊണ്ടുപോകാം. എത്ര ഫ്ലൈറ്റുകളാണെന്നറിയോ ഒറ്റ ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടയ്ക്ക് പോകാം. ഫ്ലൈറ്റുകൾ മൊത്തം ഡ്രീം ലൈനറും A350 ഡ്രീം ലൈനറും ഇങ്ങനെ ബജറ്റ് കിടക്കട്ടാ. A350 ആണ്. എയർ ബസ് പോയി ഇങ്ങനെ മാറി മാറി അടിച്ചോണ്ടിരിക്കുക.
ഫ്ലൈറ്റുകൾ കിടക്കണൊക്കെ എടുക്കണ്ട. ഓ ചിന്തിക്കാനുണ്ടോ, ഓരോ ബസ് ഓരോ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കടാ. നമ്മുടെ ലഗേജ് കിട്ടിയിട്ടിങ്ങനെ പണി പാളാ. ഇന്നലെ ലഗേജ് കൊടുത്താ ഇന്ന് ലഗേജ് അവിടെ എത്താൻ മതി വെച്ചിട്ടാ. ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ പ്രത്യേക ഒരു വെളിച്ചാട്ടാ കൂട്ടം വിമാനാട്ടാ. വെളുത്ത ആൾക്കാരെ കൂടുതൽ കാണുമല്ലോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ. മഡഗാസ്കർ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവല്ലോ. നമ്മുടെ 31 കേട്ടോ. കൂടുതലും നമ്മുടെ അയൽ രാജ്യക്കാരാട്ടാ, കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഈ സ്വർണ്ണവും ബാക്കിയുള്ള റിസോഴ്സുകളും ഒരുപാടുള്ള കാരണം ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയുന്ന സംഭവമാണ്. കൂടുതലും നമ്മൾ തൊട്ടടുത്ത രാജ്യത്തു നിന്നാടാ. അപ്പോൾ നമ്മൾ നേരെ കയറി ഇരിക്കുന്നു കേട്ടോ. മഡഗാസ്കറിലേക്ക് യാത്ര കേട്ടോ. നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹം എന്നറിയും മഡഗാസ്കറിലേക്ക് പോകണം. ഒരുപാട് മലയാളികൾ ശരിക്കും മഡഗാസ്കറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം, അതേമാതിരി എമറാൾഡ്, അങ്ങനെ ഭയങ്കര റിസോഴ്സുകളുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പൈസ കൊടുത്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നേരിട്ട് കാണാനും, അത് പറ്റിക്കപ്പെടുന്ന നേരിട്ട് കാണാനല്ല, ഈ ഗോൾഡ് മൈനും സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, കാണണം. ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ കാണാം. പിന്നെ ഒരു പൂർ കൺട്രിയാണ്, ലോകത്തിലെ ഏറ്റവും 4ാമത്തെ പൂർ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വല്പം സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ സാധാരണ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയ പോലെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രദ്ധിക്കാം. എന്തായാലും ഷൈജേട്ടനെ കുറേ നാളായിട്ട് കാണേണ്ട എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും മഡഗാസ്കർ എത്തട്ടെ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പറന്നു കയറാൻ പോവാ മഡഗാസ്കറിലേക്ക്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ മഡഗാസ്കറിലേക്ക് പോണത്. ആ മഡഗാസ്കർ തൊട്ടടുത്ത് എത്തിയതിന്റെ ഒരു സന്തോഷം സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്കയുടെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പറന്നു വരാൻ പോവാ. നമ്മുടെ പിന്നാലെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ തരതരാന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 787ഉം ബോയിങ് വിമാനവും എയർബസും എല്ലാ ഫ്ലൈറ്റുകളും പിന്നാലെ എത്തോപ്യൻ എയർലൈൻസിനുണ്ട്. അങ്ങനെ നമ്മുടെ ആഡിസ് അബാബ സിറ്റിയിൽ നിന്ന് നേരെ പറന്നു വരാണ് മഡഗാസ്കറിലേക്ക്. നമ്മൾ ആഡിസ് അബാബയിൽ നിന്ന് ഇങ്ങനെ പറന്നു വരുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരെ നമ്മുടെ ബോംബെയാണ്. ബോംബെ എന്ന് പറയുമ്പോ വലിയ ബിൽഡിങ്ങിന്റെ താഴെ ചെറിയ കുടിലുകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അവിടുത്തെ കാലാവസ്ഥ ബോംബെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും പച്ചപ്പും അതൊക്കെ വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ ആഡിസ് അബാബയുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ പതുക്കെ മഡഗാസ്കറിലേക്ക് പോണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടാ മഡഗാസ്കറിലേക്ക്. നല്ലൊരു ഉറങ്ങി എണീറ്റു. എന്തായാലും 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ അടിയിലേക്ക് ഇറങ്ങൂട്ടാ. അങ്ങനെ മഡഗാസ്കറിൽ ഇങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ ആമസോൺ റിവറൊക്കെ കണ്ടിട്ടില്ലേ, അതേ ഒരു സെയിം ഫീലിംഗ് ആണ് നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആമസോൺ കാടുകളിലേക്ക് ഇറങ്ങി പോണ പോലത്തെ ഒരു ഫീലിംഗ്. ഇതിന്റെ ഒപ്പം നമ്മൾ ആമസോണിൽ കാണാത്ത കുറെ മലകൾ കാണാണ്ട് ഒരുപാട് വൈവിധ്യങ്ങൾ നാടാണ് ശരിക്കും മഡഗാസ്കർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലകളുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ തടാകങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അതിന്റെ ഒപ്പം തന്നെ ഈ വലിയൊരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ മഴക്കാലം കഴിഞ്ഞാൽ ഒരു പ്രഹരിപ്പുണ്ട്. എന്നിരുന്നാലും ഉണ്ടല്ലോ ആമസോൺ റിവർ ഒഴുകി പോണത്തെ ഒരു ഫീലിംഗ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. അങ്ങനെ നമ്മൾ മഡഗാസ്കറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഒരു പ്രത്യേക ഭംഗിയിൽ നമ്മൾ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മലനിരകളും അതേപോലെ തടാകങ്ങളും അതിന്റെ ഇടയ്ക്കായി ഈ കൃഷി സ്ഥലങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എന്തൊക്കെ വൈവിധ്യങ്ങൾ അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മുടെ മൂന്നാറ് പോയിട്ട് നെൽകൃഷി ഇട്ടുണ്ടാവും. അതേപോലെയാണ് അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കാം. ഈ മലയുടെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഫുൾ കൃഷിയാണ്. എല്ലായിടത്തും കൃഷിഭൂമികൾ നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ മലയടിവാരത്തും മലയുടെ മുകളിൽ തട്ട് പോലെയുള്ള കൃഷി സ്ഥലങ്ങള്. ഇതൊക്കെ കണ്ടുകൊണ്ട് പെട്ടെന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഈ മലയടിവാരത്തിന്റെ സൈഡില് കൃഷിഭൂമിയുടെ തൊട്ടടുത്താണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ സ്വപ്ന നാടായിട്ടുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടുള്ള മഡഗാസ്കർ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കണം. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ ആ പച്ചപ്പിന്റെ ഉള്ളിൽ കൂടെ പതുക്കെ ഇറങ്ങി. നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ ഗ്രാമത്തിന്റെ സൈഡിൽ എവിടെയാണ് നമ്മുടെ എയർപോർട്ടിൽ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കട്ടെ ഫ്ലൈറ്റ് ഇറങ്ങാറാകുമ്പോ. അങ്ങനെ തൊട്ടടുത്താണ് നമ്മൾ ഈ ചെറിയ ഫീൽഡുകളൊക്കെ തൊട്ടടുത്താണ് എയർപോർട്ടിൽ ഇരിക്കുന്നത്. അങ്ങനെ ഈ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടാ. എയർപോർട്ടിലേക്ക് ഇറങ്ങി ഒഴിക്കുന്നുണ്ടല്ലോ ഇവിടെ തടാകണ്, ഫുൾ തടാകണ്. നമ്മള് മൂന്നാറൊക്കെ പോയിട്ട് തടാകത്തില് അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പോയിട്ട് തടാകത്തില് ബോട്ട് ഓടിച്ച് കളിക്കില്ലേ, അതേപോലത്തെ അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തുട്ടാ. ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെയാണല്ലോ ഫ്ലൈറ്റ് നേരെ പോയി തിരിച്ച് അവിടെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മുടെ എയർപോർട്ടിലേക്ക് എടുക്കണം. ചെറിയൊരു കുഞ്ഞൊരു എയർപോർട്ടാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ 61ാമത്തെ രാജ്യത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ കാഴ്ചകൾ, ആഫ്രിക്കയുടെ പ്യുവർ ആഫ്രിക്കനൊക്കെ എടുക്കാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോണത്. എന്തായാലും കുറേ ഫ്രഞ്ചന്മാരും ഫ്രഞ്ചത്തികളും ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അയൽ രാജ്യത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഭാഷ കേൾക്കാനുള്ളൂ, അതായത് രസം. എന്തായാലും നമുക്ക് നോക്കി കാണാം. ഇവിടുത്തെ സ്വർണ്ണഖനികളിലൊക്കെ പോയി കളിക്കണം, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വരുമ്പോൾ 2 മഡഗാസ്കറിനെ എയർലൈൻസ് അവിടെ നിർത്തിയിട്ടുണ്ടാ. ഇത് വർഷങ്ങളായിട്ട് നിർത്തിയിട്ടുള്ളതെന്നുണ്ടാ. ബേംബിന്ദോ ഒന്നുണ്ടാ, ബേംബിന്ദോ നമസ്തേ കേട്ടോ. നമസ്തേൽ 2 മഡഗാസ്കറില്ല, ആരും ഇല്ല കേട്ടോ. ഓരോ ഭാഷകളിൽ എഴുതി വെച്ചിരിക്കട്ടാ. നമുക്ക് ഇവിടുത്തെ വിസ ഓൺ അറൈവലാണ്. അപ്പോൾ എന്നിട്ട് അവർ ചോദിക്കാതെ നമുക്കറിയില്ല. നമ്മൾ 1-2 പാസ്പോർട്ട് മാത്രമായിട്ട് കയറി പോണത്. പിന്നെ ഇവിടുത്തെ ഒരു ഹോട്ടൽ ബുക്കിങ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറഞ്ഞു. ഭയങ്കര വെളിച്ചട്ടാ, ഒരു രക്ഷയില്ലാത്തൊരു വെളിച്ചാണ്. അപ്പം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ ബാഗ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഷൈജേട്ടനും വന്നിട്ടുണ്ട്. ആളുടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും കേട്ടോ. 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാണേണ്ട എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, നിങ്ങളെ പോലെ എനിക്കുണ്ട് കേട്ടോ. വാട്ട്സ് നെയിം? Yeah, Santo. Hi, nice to meet you. Your name? Rivu. Yeah. അല്ല, ചെക്കൻ്റെ വരവ്. അങ്ങനെ 2 കൊല്ലട്ടാ. താമില് മാറ്റം വന്നിട്ടില്ലോ. ചെറുപ്പായി എന്ന് പറയാൻ പറ്റും. ബുൾഗം എന്നൊക്കെ ഒരു ഗ്ലാമർ കൂടിയ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും സംഗമിച്ചേക്ക് വന്ന് കണ്ടു പറഞ്ഞു. ഇല്ലല്ലോ, ഇവനോ നമ്മുടെ ആൾട്ടോ. നമുക്ക് ഒരാൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര എനിക്ക് എളുപ്പമായിരുന്നു. എനിക്കധികം കുഴപ്പമില്ലായിരുന്നു. രാജു അതെന്നൊക്കെ പറഞ്ഞോ? രാജു ഏതാന്നൊക്കെ പറഞ്ഞു, സർപ്രൈസ് ഒക്കെ പറഞ്ഞു. നമുക്ക് ആദ്യം ഒന്ന് കാറിൽ കയറിക്കാം. തന്നെ പരിചയപ്പെടുത്തണത് രാജ്യം പരിചയപ്പെടുത്തരുത് എനിക്ക് അറിയണ്ടേ. എന്നെ അറിയാവുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ. നിങ്ങളെല്ലാം മറന്നുപോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള കാലങ്ങൾ നമ്മളായിട്ടുള്ളൂ. ട്രാവൽസുകാർ 10% എനിക്ക് തന്നില്ലേ, ഷെയർ തന്നില്ല 10%. അപ്പൊ നമ്മളത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ. ഷൈജന്റെ ഒപ്പം തന്നെ നമ്മുടെ മഡഗാസ്കറോട് പരിചയപ്പെടുത്തണ്ടേ. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കട്ടാ. ചെറിയൊരു എയർപോർട്ടില്ലേ, പിന്നെ നല്ല കാലാവസ്ഥ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ അതൊക്കെ ഇവനാണ് നമ്മളിനി 5-6 ദിവസത്തേക്ക് ഇവനാണ് വേറൊരു ഡാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ നമുക്ക് നോക്കിക്കണം. ഞാനേ എത്തോപ്യ എയർലൈൻസ് ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷം പറഞ്ഞില്ലേ, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞില്ലേ. ഒരു ഊള ഫുഡ് ഇഷ്ടാ. അതെയോ? വെറുതെ കുറച്ച് ചോറില് ചിക്കൻ അതിന് ചാറ് കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ പകുതി കഴിച്ച് നിർത്തിച്ചാ. ഞാൻ പുകഴ്ത്തി എന്തിനും കൂടുതൽ പുകഴ്ത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ കേസാട്ടാ. Yeah, we met already. Thomas, that's Sando. Thomas, no, Shaijo Thomas. Shaijo സൗത്ത് ആഫ്രിക്കൻ ഭാഷ ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോണത്. ഇത് 2-3 പേര് വന്നിട്ടുണ്ടോ, എടുത്തോണ്ടോ നമ്മളെ. Your name? My name is Nelson. Nelson Mandela. Oh, nice. I'm coming from the land of Nelson Mandela. He's from South Africa. South Africa, yes. ശരിക്കും ഒരു ആഫ്രിക്കൻ ടച്ചല്ല മൊത്തത്തിൽ കാണുമ്പോലെ. ആ വണ്ടികളൊക്കെ പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ. ഒത്തിരി അവിഞ്ഞ വണ്ടികളൊന്നും നമ്മൾ കണ്ടില്ല. ചെറിയ മാർക്കറ്റുകളൊക്കെ വന്നു. IFG ബാങ്ക് നോക്കിയാൽ ചില സ്ഥലത്തൊക്കെ നല്ല ഡെവലപ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ കൊടുമുടി എന്നാണ് പറയണത്. ഇവിടെ കണ്ടെടുത്തോളം വണ്ടികളും എല്ലാ ടൈപ്പ് വണ്ടി, ഇപ്പൊ ജപ്പാൻ വണ്ടികളും പിന്നെ യൂറോപ്യൻ വണ്ടികളും എല്ലാം നമ്മൾ കണ്ടു അല്ലേ. എല്ലാ വണ്ടികളുണ്ട്. സെക്കൻഡ് ഹാൻഡ് 10 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് കൂടുതലും. അല്ല, പുതിയതും കാണുന്നുണ്ടല്ലോ. ബീറ്റിൽ പോണൊക്കെ ബീറ്റിലൊക്കെ ഉണ്ട്, വെറൈറ്റി ബീറ്റിൽ പോകുന്നുണ്ട്. അത് വെറൈറ്റി, അതൊരു സംഭവം കേട്ടോ. ബീറ്റലിന്റെ യൂറോപ്പിൽ നിന്നുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ടാക്സി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ടാക്സി ഇതാ ഈ പറയുന്ന വാൻ ടൈപ്പ് ബസ്സുകളൊന്നും ഇല്ല കേട്ടോ. ബെൻസ് നമ്മുടെ ട്രാവലർ ടൈപ്പ് വോക്സ്വാഗന്റെ ഷോറൂം നോക്കിയാൽ അവര് മറ്റേ ഷോറൂം തുറന്ന് ഇട്ടപ്പോൾ കൊണ്ടുവന്ന വണ്ടി പോലെ ഇരിക്കുന്നുണ്ട്. 2 വണ്ടി അതേപോലെ ഇരിക്കുന്നുണ്ട്. സ്കൈ ഇടയ്ക്കിടയ്ക്ക് പറയണതെന്ന് നല്ലതെന്ന്. നമ്മുടെ ബെൻസിന്റെ പഴയ ട്രാവലറാണ് ഫുള്ള് ഓടണട്ടോ ഇവിടെ. പഴയ ബെൻസിന്റെ ട്രാവലർ. ഈ പട്ടണത്തിൽ വലിയ റോഡുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നല്ല റോഡുകളാണല്ലോ. മലഞ്ചെരുവ്, ഫുൾ മലഞ്ചെരുവ് പോലെ അല്ലേ, നമ്മുടെ ഊട്ടിയിലൊക്കെ പോണ പോലെ. അതെ, ചെറിയ കളർഫുൾ ആയ വീടുകളാണ്. ചെറിയ വീടുകളാണെങ്കിലും നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ഇവ മോളിൽ ഫ്ലൈറ്റിൽ കുഞ്ഞു വീടുകളാണെങ്കിൽ മോളിൽ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് ആദ്യം സജഷന്റെ അടുത്തേക്ക് പോയി സജഷന്റെ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ. ഭക്ഷണം കഴിച്ച് ഫ്രഷപ്പ് ആയിട്ട് ഇന്ന് തന്നെ ഇറങ്ങണം.
നമ്മൾ 6 ദിവസം മഡഗാസ്കറിൽ 7 ദിവസം ഒഴിവെന്നുള്ള ബിസി മാനാണ്. 7 ദിവസം നമ്മുടെ ട്രിപ്പിന്റെ പ്ലാൻ വരുന്നത്. ഈ മഡഗാസ്കർ അടിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഇവിടെ കവർ ചെയ്യേണ്ട മാക്സിമം സാധനങ്ങളൊക്കെ കവർ ചെയ്യണം. നല്ല ഇരുന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും നിങ്ങളെ മിസ് ആക്കിക്കൂല. ഇവിടുത്തെ എല്ലാ ബ്യൂട്ടിയും നമ്മൾ എത്തിക്കും. മാക്സിമം ബ്യൂട്ടിയും വണ്ടേഴ്സും മൈനിങ്ങും സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കൂടി എത്തിക്കാൻ പോകുന്നത്. സസ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിസ്റ്റ് ഫാമിലി നിങ്ങൾ അധികം കാണാത്ത സാധനങ്ങളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. നമ്മളെ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു തടാകം കേട്ടോ. നദി എന്ന് പറയുന്നത് തടാകമാണ്. മുകളിൽ നിന്ന് കണ്ട തടാകമാണ്. ഇവിടുത്തെ സ്കൈ ഒക്കെ നോക്കണ്ട, ചിന്തിക്കാൻ പറ്റാത്ത സ്കൈ കേട്ടോ. വലിയ തിക്കും തിരക്കം പാടൊന്നും ഇല്ല കേട്ടോ അല്ലേ. മഡഗാസ്കർ എന്ന് വെക്കുമ്പോൾ നമ്മൾ തിരികെ തിക്കും തിരക്കം പാടാം. പക്ഷെ ടൗൺ ഏരിയയിൽ ഉണ്ടാവുന്ന തിക്കും തിരക്കല്ലേ. അന്നേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല മഡഗാസ്കർ എന്നൊരു മൈൻഡിലും നമ്മൾ ആദ്യം SNB അടിക്കുന്ന സമയത്ത് ഇതിനെച്ചാൽ സദേൺ ആഫ്രിക്കയുടെ പാട്ടായിട്ട് അന്ന് സാൻഡോയ്ക്ക് മഡഗാസ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോയ കേസല്ലായിരുന്നു. അന്ന് കുറെ ആ മുസാമ്പിക്കുന്ന കൂടെ മഡഗാസ്കറിലേക്ക് പോണെന്ന് നോക്കിയാ കപ്പയുണ്ടല്ലേ. കപ്പ കൊണ്ടുള്ള വെറൈറ്റി ഭക്ഷണം കപ്പയുടെ ഒരു സൂപ്പ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. നമുക്ക് അത് ട്രൈ ചെയ്യണം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ട് മഡഗാസ്കറിൽ ഫുഡ് മസ്റ്റ് ട്രൈ ആട്ടോ. 7 ദിവസം എന്തൊരു ചെയ്യാന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി കാണാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ പോലെ അല്ലല്ലേ. നോക്കിയാ ലോകത്തിലെ 4ാമത്തെ പൂറസ്റ്റ് കൺട്രി ഉണ്ടാവും മഡഗാസ്കർ. താഴ്ഭാഗം കാണുമ്പോൾ ഒരു തായ്ലൻഡ് പോലെ കണ്ടങ്ങളും നമ്മുടെ പഴയ കേരളത്തിന്റെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കണ്ടോ. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴല്ലേ ഫുള്ള് കണ്ടങ്ങള്. അത് താഴെ നല്ല കണ്ടങ്ങളും ഒരു തായ്ലൻഡ് ലുക്ക്. സ്കൈ നോക്കുവാണെങ്കിൽ തനി ആഫ്രിക്കയുടെ സ്കൈ. നല്ല കാഴ്ച. പിന്നെ വീടുകൾ ഇരിക്കുന്നത് നല്ല ഊട്ടിയിലൊക്കെ ഇരിക്കുന്ന പോലെ ചെറിയ ചെറിയ ഹട്ടുകളാണ്, മലഞ്ചെരുവിലുള്ള ഹട്ടുകൾ. നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നാളെ ഒക്കെ ചെയ്യാം അല്ലേ. നമുക്ക് നാളെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്നു. നമ്മളിവിടുന്ന് നമ്മുടെ ഗല്ലികളിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ നമ്മള് ഹോട്ടലിലേക്ക് എത്തിയിട്ട് നമ്മുടെ ലൂണടിക്കണൊക്കെ TVSന്റെ ഇറങ്ങി വഴിക്ക് ഫുള്ള് മാർക്കറ്റാന്ന് എടുക്കുന്നുണ്ടാ. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടാ. നമ്മുടെ മലയാളി എന്ന് പറഞ്ഞാൽ തമിഴൻ്റെയാണ്. മലയാളി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബാഗൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവിടെ കള്ളന്മാരുടെ പ്രകരശക്തി ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞതേ. എടുത്ത വേണമെങ്കിൽ ഒക്കെ എടുത്തോണ്ട് ചിലപ്പോ ലൂണ കണ്ടാ. എല്ലാവരും ലൂണ മേടാ. കോയമ്പത്തൂർ മൂഡ് രസകൂരിയ ഒരു ഹൈപ്പ് മൂഡ്, ഒരു സായിപ്പ് ലുക്ക് ഉണ്ടല്ലോ. രണ്ടുണ്ടല്ലേ. TVS ഹീറോ ഉണ്ടല്ലോ. ലിറ്റിൽ എല്ലാം ഒരു ഹോട്ടലുണ്ടോ. 1, 2, 5 നിലയുണ്ട് കേട്ടോ. പണിയുണ്ട്. ഇവിടുന്ന് ഫുഡ് അടിക്കാനാണ് നമുക്ക് ആദ്യത്തെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ഫുഡ് അടിച്ച് നമുക്ക് അടുത്ത മൂവ്മെന്റ് പിടിക്കട്ടോ. അതെ, മലയാളികളുണ്ടാണോ വന്ന ദിവസം മലയാളികളാണോ പറ്റും. കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. വലിയ റെസ്റ്റോറൻറ്റിലാണോ. ഹലോ, ബോൺജോ. അപ്പൊ നമ്മള് വന്ന വഴിക്ക് ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹലോ, യുവർ നെയിം? ജയ് ജിൻജോ. അപ്പോൾ ഒരു പുള്ളി തമിഴ്നാട്ടിൽ എങ്ക ഊര് തൂത്തുക്കുടി. എങ്ക നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ എന്ത് ഫുഡ് സാപ്പിട്ടിருக்கு എന്നിട്ടുള്ളത് ഫുഡ് എന്നിട്ട് പൊറോട്ട ഉണ്ടോ? കറി, ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനെ വേണ്ട. ലൈറ്റായിട്ട് എന്തെങ്കിലും പിടിച്ചാൽ നമുക്ക്. അപ്പോൾ നമ്മുടെ പൊറോട്ട എത്തിയിട്ടുണ്ടോ. പൊറോട്ടയും ബട്ടർ ചിക്കനും. ഒരു ബട്ടർ ചിക്കനും വരാണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ പൊറോട്ട ഒന്ന് കൊണ്ട് പൊന്നു മാത്രം. അങ്ങനെ നമ്മളിത് ഭക്ഷണം കഴിച്ച് പോകണം. അങ്ങനെ കയറി കുട്ടപ്പനായിട്ട് നമ്മളിന്ന് മാർക്കറ്റ് കാണാൻ പോട്ടാ. സേഫ്റ്റി എന്ന് പറഞ്ഞാണല്ലോ, സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് ചിന്തിക്കാൻ പറ്റില്ലട്ടാ. ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും പറഞ്ഞു കൊടുത്തു ആൾക്കാർക്ക്. സിമ്പിൾ ആയിട്ട് ടിയാന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയ സൈക്കിൾ കടകളും സംഭവങ്ങളും ചെറിയൊരു സ്ട്രീറ്റിൽ അറിയില്ല നമ്മൾ താമസിക്കണം കേട്ടോ. ബി കെയർഫുൾ, ഡേഞ്ചർ ഹിയർ. തീഫ്. അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാൻ പോണ്. നമ്മളിവിടുത്തെ ഒരു മാർക്കറ്റും മഡഗാസ്കറിന്റെ ടൗണിലത്തെ കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ. അതെ. അത് സർപ്രൈസ് ഉണ്ട് കുറച്ച്. ഞങ്ങൾ എങ്ങനെ ലാംഗ്വേജ് അറിയാത്ത ഈ നാട്ടിൽ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൂ. ഫ്രഞ്ചും മഡഗാസ്കി ഒരു ലാംഗ്വേജ് അടിക്കണ ഈ രാജ്യത്ത് നമ്മളെ സർവൈവ് ചെയ്ത് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ട അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവം ചെയ്തോട്ടാ. അവർ വരട്ടെട്ടാ. കൊറേ നാളായിട്ട് പറഞ്ഞിട്ട് അയ്യോ ആഫ്രിക്ക നമ്മളിപ്പോ പതുക്കെ പോയിക്കൊണ്ടിരിക്കട്ടാ.